പരമാവധി എങ്ങനെയൊക്കെ താഴ്ന്ന് പറയുന്നു അപ്പോഴേ മാപ്പുണ്ടാവും. ഹബീബായ റസൂലുള്ളാഹി മാപ്പിന്റെ സമയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. മാപ്പ് ചോദിക്കുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് കൊടുക്കുന്ന സമയമാണ്. ഇസ്അലിൽ അഫ്വ യാ ആയിഷ ഖാല റസൂലുള്ളാഹി, മാപ്പ് ചോദിച്ചോളൂ എന്നാ മുസ്തഫ നബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മാപ്പ് തരുന്ന ഒരു സമയമാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മാപ്പിന് എന്ത് വേണം? കരയണം. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത ഐനാ, ഒരാൾ ഒറ്റക്കിരുന്ന് റബ്ബിനോട് കരഞ്ഞു പറഞ്ഞാൽ റബ്ബ് സ്വീകരിക്കും, അർശിന്റെ തണലും ലഭിക്കുമെന്ന് റസൂലുള്ളാഹി. നമ്മൾ ചിന്തിക്കണം. അത് വല്ലാത്ത ഒരു സമയവും സന്ദർഭവുമാണ്. രാത്രി എന്റെ വീട്ടിൽ വന്നു, എന്റെ കൂടെ ഒരൽപ്പം നേരം കിടന്നു. പിന്നെ എന്റെ വിരിപ്പിൽ നിന്ന് ഹബീബ് എണീക്കുകയും ചെയ്തു. ആയിഷ ബീവി പറയുകയാ റളിയല്ലാഹു അൻഹാ, എന്റെ വിരിപ്പിൽ കുറച്ചു നേരം കിടന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റു ഹബീബായ റസൂലുള്ളാഹി. ഞാൻ കയ്യിനെ പിടിച്ചു, കൈ അവിടെ തന്നെ എടുത്തു വെച്ചു. അപ്പൊ എന്റെ കൈയൊന്ന് തട്ടി, പിന്നെ അങ്ങോട്ട് എണീറ്റ് പോയി. എന്റെ കിടക്കുന്നതിനിടയിൽ ഒരു ചെറിയ വിരിപ്പുണ്ടായിരുന്നു. ആ വിരിപ്പ് ഹബീബായ റസൂലുള്ളാഹി മുന്നിൽ വെച്ചു. ഉളു ചെയ്ത് വന്നു, ശുദ്ധീകരിച്ചു വന്നു. എന്നിട്ട് എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി അങ്ങോട്ട് നിസ്കരിക്കാൻ തുടങ്ങി. മാഷാ യഖൂമ, എത്രയാ നിന്നറിയില്ല. കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുകയും ചെയ്തു. പൊട്ടിക്കരയാ. ഫബുതല്ലത്തിൽഹിയതുഹു, താടി പറ്റ നനഞ്ഞിട്ടുണ്ട്. വബുതല്ല സദറുഹു, നെഞ്ചും നനഞ്ഞു. വബുതല്ല ഖമീസുഹു, ഖമീസും നനഞ്ഞു. ആരായി കരയുന്നത്? പിന്നെ കരഞ്ഞു. പിന്നെ റുക്കൂയിൽ പോയി. കണ്ണുനീരിങ്ങനെ മണിമണിയായി ഒഴുകി ഒഴുകി വീഴുന്നത് ഞാൻ കാണുകയും ചെയ്തു. എത്രയാ എത്രയാ റുക്കൂയിൽ ചെയ്തത് അത് ഓർമ്മയില്ല. പിന്നെ റുക്കൂയിലും കരഞ്ഞു. പിന്നെ സുജൂദിലേക്ക് വീണു. സുജൂദിൽ ഹബീബായ റസൂലുള്ളാഹി എത്ര കടന്നു ഓർമ്മയില്ല. മരിച്ചു പോയോ എന്ന് പോലും ഞാൻ പേടിച്ചു പോയി. അത്ര നേരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് കരഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ വജത്തു എന്റെ കാലിൽ ഹബീബിന്റെ കണ്ണുനീരിന്റെ സ്പർശം അനുഭവപ്പെട്ടു. അപ്പോൾ ഞാനോട് കരഞ്ഞു. ആരായി കരഞ്ഞത് എന്ന് ആലോചിച്ച് നോക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നബിയെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവനും ഇവിടെയുണ്ട്. നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് മുഴുവനും ഞാൻ തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അങ്ങനെയുള്ള ഹബീബായ റസൂലുള്ളാഹ് ആരെ കരഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആരെ കരഞ്ഞത്? അള്ളാഹുവിൽ നിന്ന് നേരത്തെ സ്വർഗത്തിന് സമ്മതം കിട്ടിയ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ചിന്തിച്ചു നോക്ക്. എന്താ പറഞ്ഞത്? വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. മഹ്ശറിലെ മിമ്പർ ഖതീബ് എന്ന നബി അല്ലാഹു തആല നേരത്തെ അറിയിച്ചു കൊടുത്തവൻ മുഹമ്മദ് നബി. അങ്ങനെയാ മഹ്ശറിലെ ഖതീബാണ് സയ്യിദുനാ മുഹമ്മദുൻ. അല്ലാഹു തആല അതൊക്കെ അനുഭവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ചുറ്റു കൂടി നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നാരാ? യുസവ്വിജുനി റബ്ബി ആസിയ ബിൻത് മുസാഹിം വമറിയം ബിൻത് ഇമ്രാൻ ഖാല റസൂലുള്ളാഹി. സ്വർഗ്ഗത്തിൽ എനിക്ക് ആസിയ ബീവിയെയും മറിയം ബീവിയെയും അല്ലാഹു വിവാഹം ചെയ്തു തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്. അത് നേരത്തെ അല്ലാഹു തആല വിവരം കൊടുത്ത ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്തിനാ ഈ കരഞ്ഞത്? കരയിലാണ് മക്കളെ ഇബാദത്ത് എന്ന് പറഞ്ഞത്. പഠിച്ചാണ് പേടിച്ച് കരയ. അതിനും കൽബ് വേണം. കൽബ് നന്നാവണം. കൽബ് നന്നാവാതെ കരയാൻ കഴിയും. കല്ല് കരയും. കല്ലിനൊരു കൽബുണ്ട്. കൽബ് നല്ലതുമാണ്. കല്ല് കരഞ്ഞ ഉറവ ഒഴുകി പുഴയാകുമെന്ന് വിശുദ്ധ ഖുർആൻ. പുഴയല്ല, പുഴകൾ. വഇന്ന മിൻഹാ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്.
കരയുന്ന, കരഞ്ഞിട്ടൊഴുകും. താഴെ മനോഹരമായ പുഴ വരും. ആ പുഴയിലെ മനോഹരമായ മുത്തുമണികളാകുന്ന വെള്ളം കാണുമ്പോൾ നമ്മൾ പറയും നല്ല ഉറവ് വെള്ളമല്ലേ. ഏതാ ഈ ഉറവ? ഈ ഉറവ എന്ന് പറയുന്നത് കല്ലിന്റെ കരയിലാകുന്നു. സ്വലാത്തുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. കൽബൊന്ന് നന്നാക്കി നേതാക്കന്മാർ ഇപ്പൊ ദുആ ചെയ്യാൻ വേണ്ടി വരും. കൽബൊന്ന് അങ്ങോട്ട് ശരിയാക്ക്. എന്റെ മുമ്പനൊന്ന് കൽബൊന്ന് വലിച്ചിട്ട് ഒന്ന് തുടച്ചാണ് നീക്ക്. പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകാം. കൽബ് കഴുകണമെങ്കിൽ കണ്ണീര് വേണം. ബോധം തരട്ടെ. 2 കാര്യം കൊണ്ട് കണ്ണീര് വരും. ഏതാ 2 കാര്യം? ഒന്ന് ദിക്റുൽ മൗത്ത്, ഒന്ന് തിലാവത്തുൽ ഖുർആൻ. അതാണ് മുസ്തഫ നബി പറഞ്ഞത്, ഇന്ന ഹാദിഹിൽ ഖുലൂബ യസ്തൗ കമാ തസ്തൗ കമാ തസ്തൗൽ ഹദീദ്. ഇരുമ്പിനെ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾക്ക് തുരുമ്പ് പിടിക്കുന്നതാണ്. ഹൃദയങ്ങളും തുരുമ്പ് പിടിച്ച് നാശവും. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ. സഹാബികൾ ചോദിച്ചു, ഇവിടെയാണ് എന്റെ അടിത്തറ. എന്താണ് ഈ 2 കാര്യം തിരഞ്ഞെടുക്കാൻ കാരണം? ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കും. സ്വഹാബികളോട് മുസ്തഫ നബി പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി, ഞാൻ പറയണ്ട, റമളാനാണ്, മുസ്തഫ നബിയുടെ സദസ്സാണ്, പേര് പറയുന്ന സദസ്സാണ്, വെറുതെ ഇരിക്കരുത്. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അല്ലാഹു കൽബ് നന്നായവരിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. കൽബ് നന്നാവരിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. മുഅ്മിനീങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തൗ കമാ യസ്തൗൽ ഹദീദ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. 2 കാര്യം. ഇന്ന ഹാദിഹിൽ ഖുലൂബ് തസ്തൗ കമാ യസ്തൗൽ ഹദീദ്. ഇരുമ്പിനെ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. എന്നത് കഴുകണം, ഇന്നത് കഴുകണം. അപ്പോൾ ചോദിച്ചു, അമ്മാ ജിലാവ, ഇരുമ്പിന്റെ തുരുമ്പുകളെയാ ഞങ്ങൾക്കറിയാം നബിയെ, ഹൃദയത്തിന്റെ തുരുമ്പുകളെയാ എന്താ മാർഗം? അപ്പോൾ പറഞ്ഞു, ദിക്റുൽ മൗതി വതിലാവത്തുൽ ഖുർആൻ. 2 കാര്യം കൊണ്ട് ഹൃദയം നന്നാവും. ഒന്ന്, സ്വയം മരണത്തിനെ പറ്റി ആലോചിക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സ്വപ്നവും മോഹവും മനുഷ്യനെ ജീവിപ്പിക്കുന്ന ഘടകങ്ങൾ 2ആണ്. സ്വപ്നം, മോഹം. ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന് ആധാരം. സ്വപ്നവും മോഹവും ഇല്ലെങ്കിൽ മനുഷ്യന്മാർ ജീവിക്കില്ല. സ്വപ്നവും മോഹവും കഴിഞ്ഞില്ലേ? അമ്മാ വല്ലാഹി ലൗ അലിമൽ ലനാമു ലിമാ ഖുലിഖു ലമാ ഗഫലു വനാമു ലഖദ് ഖുലിഖു ലിമാ ലൗ അബ്സറതുഹു ഉയൂനു ഖുലൂബിഹിം സാഹു വഹാമു മമാതുൻ സുമ്മ ഖബ്റുൻ സുമ്മ ഹശ്റു വതൗബീഖുൻ വഅഹ്വാലുൻ ഇലാമു. മനുഷ്യ, നീ അഭിമുഖീകരിക്കാനുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നീ ഒരിക്കലും ഉറങ്ങുകയില്ല, ഒരിക്കലും അശ്രദ്ധ വരികയില്ല, ഒരിക്കലും വരില്ല. നീ അഭിമുഖീകരിക്കാനുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നീ ഒരിക്കലും ഉറങ്ങുകയില്ല, ഒരിക്കലും അശ്രദ്ധ വരികയില്ല.